Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. Prayer started. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing. Sent from the Savior above. Showers of blessing. Showers of blessings we need. Showers of blessing. Showers of blessings we need. Mercy drops round us are falling, but for the showers we pray. Mercy drops round us are falling, but for the showers we pray. But for the showers we pray. Thank you. Thank you. Sign parayate ma'am. Sign പറഞ്ഞോടാ. Good afternoon, ma'am and dear friends. I take some time for signing. In previous class, we discussed about a new lesson, socio-emotional development. In this lesson, we discussed about two types of anxiety, strangers anxiety and separation anxiety. Strangers anxiety means anxiety in the presence of stranger persons, and the immediate reaction of children is seeking the security of their mother. And separation anxiety is children will cry and feel upset when they do not find their mother. And common fear among children are loud noises, darkness, animals, strange persons, places, and objects. And I heartily welcome ma'am today's new class section. And welcome dear friends. I believe we will really enjoy today's class. Then I welcome BB Asura for thoughts, Navami for sign out. Thank you ma'am. മിസ് കോട്ട് പറയാണ് ദ ഗുഡ് മാൻ ഈസ് ദ ഫ്രണ്ട് ഓഫ് ഓൾ ലിവിംഗ് തിങ്. നല്ല മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. ഗാന്ധിജി. നിനക്ക് അഭിന എന്ന് പറയുന്ന ഫ്രണ്ട് അറിയോ? അഭിന ഹാരി. യെസ്, അറിയും. ഓക്കെ. ആൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എനിക്ക് കാണാൻ പറ്റി. ഡിസ്പ്ലേയിൽ വന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ഒന്നും കൂടി ജോയിൻ ചെയ്ത് നോക്കാൻ പറയണം കേട്ടോ. മെസ്സേജ് ചെയ്താൽ മതി. എന്നെ കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞത്. ആളോട് കാര്യം കൂടി പറയണം. നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യണ ഗൂഗിൾ മീറ്റ് എന്ത് ചെയ്യുക? ഗൂഗിൾ മീറ്റും ക്ലാസ് റൂമും അൺഇൻസ്റ്റോൾ ചെയ്തിട്ട് വീണ്ടും അത് ഇൻസ്റ്റോൾ ചെയ്ത് ഒന്നും കൂടി കയറി നോക്കാൻ പറയണം കേട്ടോ. നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാരണം സൈലന്റ് ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വരെ ആണോ ഡിസ്കസ് ചെയ്ത് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞത്. നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് എന്താ പറയാ, കുട്ടികളിൽ കണ്ടുവരുന്ന ടു ടൈപ്സ് ഓഫ് ആൻസൈറ്റിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എനിക്കൊരു കഥ പറയണം. പറഞ്ഞോ. ഒരിടത്ത് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കൃഷിക്കാരന്റെയും ആ കൃഷിക്കാരനുള്ള 2 മൺകുടത്തിന്റെയും കഥയാണ്. എന്റെ പേര് ദേവീര്. ഒരിക്കൽ ഒരിടത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ നന്നായി ജോലി എടുക്കുമായിരുന്നു. ആ കൃഷിക്കാരന് 2 മൺകുടം ഉണ്ടായിരുന്നു. ആ മൺകുടം എല്ലാ ദിവസവും നദിയിൽ നിന്ന് വെള്ളം കോരുമായിരുന്നു. ഒരു ദിവസം കൃഷിക്കാരൻ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മൺകുടത്തിന് പൊട്ടി, അതിന് വിള്ളലുണ്ടായി. പിന്നെ
കോരിക്കൊണ്ട് പോകുന്ന വെള്ളത്തിൽ നിന്ന് വീട്ടിലേക്ക് അരക്കുടം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പൊട്ടിയ കുടം ഒരുപാട് വിഷമിച്ചു. പൊട്ടിയ കുടത്തിനെ പൊട്ടാത്ത കുടം ഒരുപാട് കളിയാക്കുമായിരുന്നു. നിന്നെ കൊണ്ട് യജമാനന് ഒരു ഉപകാരമില്ല, നീ എന്നെ കൊണ്ടാണ് യജമാനന് കൂടുതലും. ഇത് കണ്ട് പൊട്ടാത്ത കുടത്തിന് ഒരുപാട് വിഷമമായി. ഒരു ദിവസം ഇത് കണ്ട് പൊട്ടിയ കുടത്തിന് സങ്കടമായി. അങ്ങനെ ഒരു ദിവസം പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തിനോട് പറഞ്ഞു, യജമാനെ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലല്ലോ, അതുകൊണ്ട് എന്നെ കളഞ്ഞിട്ട് വേറെ നല്ലൊരു മൺകുടം വാങ്ങിച്ചൂടെ? ഇത് കേട്ട് യജമാനൻ ചോദിച്ചു, നിന്നെ കൊണ്ടാണ് എനിക്ക് കൂടുതൽ ഉപകാരം. നീ ഈ വഴിയിലേക്കൊക്കെ നോക്കിയേ, ഇവിടെയുള്ള പൂക്കളും ചെടികളും ഒക്കെ നിന്റെ വെള്ളത്തിൽ കൂടെ പോകുന്ന ആ വെള്ളം കൊണ്ടിട്ടാണ് അതിനെല്ലാം വെള്ളം കിട്ടി വളർന്നത്. അതുകൊണ്ട് നിന്നെ കണ്ടാണ് എനിക്ക് കൂടുതൽ ഉപകാരം. ഇത് കേട്ട് പൊട്ടാത്ത മൺകുടത്തിന് ഒരുപാട് വിഷമമായി. പൊട്ടിയ കുടത്തിന് ഒരുപാട് സന്തോഷമായി. ഇതെല്ലാം കേട്ട പൊട്ടാത്ത കുടം നാണിച്ച് തലകുണിച്ചു. പൊട്ടിയ കുടത്തിനോട് ക്ഷമ ചോദിച്ചു. ഇതിന്റെ ഗുണപാഠമാണ് മറ്റുള്ളവരുടെ കുറവ് കണ്ട് നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നാം ദുഃഖിതനാവാനും പാടില്ല. എല്ലാ കുറവുകൾക്കും ദൈവം നമുക്ക് നന്മയാക്കി തരും. നന്ദി. താങ്ക് യു മാം. മാം ഒരു കാര്യം പറഞ്ഞിട്ട്, അഭിനയ്ക്ക് അങ്ങനെ ചെയ്തിട്ടും ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം അങ്കിതയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അങ്കിത ക്ലാസ്സിലുണ്ടോ ഇപ്പോ? ഇല്ല, അങ്കിതക്കും കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവളോട് ഞാൻ പറഞ്ഞു അൺഇൻസ്റ്റാൾ ചെയ്യാൻ, പക്ഷെ അവള് പറഞ്ഞു ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അഭിനയ് ഞാൻ ഇൻഫോം ചെയ്തിട്ട് വരാട്ടോ. ഓക്കെ. ദേവിലക്ഷ്മി, അനിക, പിന്നെ അഭിന. 1 മിനിറ്റ് കേട്ടോ. ദേവിലക്ഷ്മി എന്റെ മോളുടെ പേര് ടൈപ്പ് ചെയ്തതാണേ. മാം പോയെന്ന് തോന്നുന്നു. അതെ. ഒന്നും കൂടി കയറി നോക്കാൻ പറയോ? പറയാം മാം, പറയാം. സെറ്റിംഗ്സിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഒന്ന് കയറി നോക്കാൻ പറയട്ടോ. എന്നിട്ട് ഇന്ന് കയറാൻ പറ്റിയില്ലെങ്കിൽ അവരോട് ടെക്നിക്കൽ ടീമിനോട് കോൺടാക്ട് ചെയ്യാൻ പറയാട്ടോ. പറയാം മാം. പറഞ്ഞേക്ക്, എന്നിട്ട് കയറി നോക്കാൻ പറ്റുന്നുണ്ടോന്ന് ചോദിക്കും. ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഹ്യൂമൻ ബീങ്സ് ആണ്, ഒത്തിരി ഇമോഷൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇമോഷൻസ് വരുന്ന ഏജ് ഏതാണ്?
നമ്മളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അവർക്ക് ഇമോഷണൽ എറപ്ഷൻസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സിവിയർ ആയിരിക്കും ഇമോഷൻസ്, മോർ റെഗുലർലി മോർ സിവിയർ ആയിരിക്കും. പിന്നെ ടെമ്പററി ആയിരിക്കും അവരുടെ ഇമോഷൻസ്. ചിലപ്പോൾ പെട്ടെന്ന് ഇരുന്ന് കരയുന്ന കുട്ടിയായിരിക്കും, ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കാണിക്കുമ്പോൾ തന്നെ അവർ ചിരിക്കുന്നതും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ കുട്ടികൾ പേജ് നമ്പർ 46 ആണ് എടുക്കാൻ പോകുന്നത്. കുട്ടികൾ കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതെല്ലാമായിരുന്നു? സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഹെൽത്ത് വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് അത്ര ഫാസ്റ്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഇമോഷണലി വീക്ക് ആയിരിക്കും ചിലവർ. അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള കുട്ടികൾ, നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇമോഷണലി അവർ കുറച്ചും കൂടി എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കില്ല, കുറച്ച് വീക്ക് ആയിരിക്കും. പെട്ടെന്ന് അവർക്ക് സങ്കടം വരും, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടി, നല്ല ഫിസിക്കലി ഓക്കെ ആയിട്ടുള്ള കുട്ടിക്കും സാധാരണ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന പോലത്തെ ഇമോഷൻസ് ആയിരിക്കും കണ്ടുവരുന്നെങ്കിൽ, അൺഹെൽത്തി ആയിട്ടുള്ള ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് പറയാൻ പാടില്ല, എന്താണ് സ്പെഷ്യലി ഡിസേബിൾഡ് ചിൽഡ്രൻസ്, അവർക്ക് എന്തായിരിക്കും ഇമോഷണലി കുറെ പ്രശ്നങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ആണുള്ളത്. എന്താണ്? ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇമോഷണൽ ഡെവലപ്മെന്റും ഓക്കെ ആയിരിക്കും. ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും ഓക്കെ ആയിരിക്കില്ല. ചില ഒരു പോസിറ്റീവ് റിലേഷൻ ആണ് ഇമോഷനും ഹെൽത്തും തമ്മിൽ പോസിറ്റീവ് ഇതാണ് റിലേഷൻ ആണ് പറയുന്നത്. ജിനി എന്തെങ്കിലും പറയാനുണ്ടാടാ? എനിക്ക് ക്ലിയർ ആവുന്നില്ല. സൗണ്ട് ആണോ പ്രശ്നം? അല്ല, വീഡിയോ വരുന്നില്ല. കട്ട് ചെയ്തിട്ട് കയറി നോക്കട്ടെ. ഒന്ന് നോക്കിട്ടാ, റേഞ്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ. ഇപ്പോഴും കാണുന്നില്ല? ഇല്ല, ഞാൻ നോക്കട്ടെ കേട്ടെന്ന്. ഓക്കെ, വോയിസ് നോക്ക്. ഇത് കാണുന്നുണ്ടോ? അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇമോഷനും ഹെൽത്തും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ഉണ്ട്. The children's weak in physical structure or suffering from illness are more emotionally upset. നമുക്കറിയാം ഫിസിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും വീക്ക് ഉള്ള കുട്ടികൾ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് ഉള്ള കുട്ടികൾ, അസുഖങ്ങളുള്ള കുട്ടികൾ ഇമോഷണലി എപ്പോഴും അപ്സെറ്റ് ആയിരിക്കും, ഭയങ്കര വിഷമമായിരിക്കും. ചില സമയങ്ങളിൽ അവർക്ക് അവരുടെ ഇമോഷൻസ് അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് അൺസ്റ്റേബിൾ than the children who are healthy. ഹെൽത്തി ചിൽഡ്രൻസ് ആണെങ്കിൽ അവരുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികള്, എന്തെങ്കിലും അസുഖങ്ങൾ സഫർ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് അൺസ്റ്റേബിൾ ആയിരിക്കും, അവർ ഇപ്പോഴും അപ്സെറ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ എക്സാമ്പിൾ വെച്ച് പറയാന്ന് പറഞ്ഞാല് ഹിയറിംഗ് ഇംപേർഷന്റ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട് മിസ് പറഞ്ഞില്ലേ, നമ്മൾ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹിയറിംഗ് ഇംപേർഷന്റ് ആയിട്ടുള്ള കുട്ടികള്, ഇമ്പയർമെന്റ് ഉള്ള കുട്ടികള്, വിഷ്വൽ അല്ല ഹിയറിംഗ്. ഓക്കെ, അപ്പോ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഔട്ട് ബ്രേക്കുകൾ എപ്പോഴും സംഭവിക്കും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ എന്താണോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അവരത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും എല്ലാവരും ചിരിക്കുന്ന സമയത്തൊക്കെ അവരെ കളിയാക്കി ചിരിക്കുകയാണോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരും, പെട്ടെന്ന് ദേഷ്യം വരും. ഈ ഹിയറിംഗ് ഇംപേർഷന്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് മെയിൻ ആയിട്ട് ഈ പ്രശ്നമുള്ളത്. അവർ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും, കാരണം അവർക്ക് കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം ഉണ്ട്. സോ അതുകൊണ്ട് അവരുടെ ഇമോഷൻസ് ഭയങ്കര സിവിയർ ആയിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷണൽ ആയിട്ടൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഇനി ഹെൽത്തും ഫിസിക്കൽ സ്ട്രക്ചറും വീക്ക് ആയിട്ടുള്ള കുട്ടികള്, എന്തെങ്കിലും ഇൽനെസ് ഉള്ള കുട്ടികള് മോർ എങ്ങനെയായിരിക്കും, ഇമോഷണലി അവരുടെ അപ്സെറ്റ് ആയിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഹെൽത്തി കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇനി അടുത്ത പോയിന്റ് ആണ് ഇന്റലിജൻസ്.
ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബുദ്ധിവികാസം അല്ലെങ്കിൽ ബുദ്ധി എന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, ബുദ്ധി. ഇന്റലിജൻസ് കൂടിയ കുട്ടികൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് കൈവരിക്കും. എന്ന് വെച്ചാൽ ഇന്റലിജൻസ് ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു പബ്ലിക് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട. പക്ഷെ ഇമോഷണൽ ഡെവലപ്മെന്റ് കുറവുള്ള കുട്ടികളാണെങ്കിൽ ഇന്റലിജൻസ് കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് ദേഷ്യം വരും. അവര് ആ ഒരു ഇന്റലിജൻസിന്റെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു ദേഷ്യമൊക്കെ പെട്ടെന്ന് വരുന്നതും മറ്റുള്ളവരോട് പെട്ടെന്ന് ചൂടാവുന്നതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. Studies have proved that there is less emotional control among low intelligent children compared to high intelligent children. എന്താണ് ഇമോഷണൽ കൺട്രോള് കുറവ് ആർക്കായിരിക്കും? ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും ഇമോഷണൽ കൺട്രോൾ കുറവായിട്ടുള്ളത്. ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ കൂടുതലായിരിക്കും. അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയാം. ഓക്കെ, ആൻ ഇന്റലിജന്റ് പേഴ്സൺ വിത്ത് ഹിസ് റീസണിങ് ആൻഡ് തിങ്കിങ് പവർ. ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് റീസണിങ്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, തിങ്കിങ് പവർ, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഇനി എന്തായിരിക്കും ഭാവി ഫലം എന്നുള്ളതൊക്കെ അവർക്ക് തിങ്ക് ചെയ്യാനും പറ്റും. എക്സസൈസ് കൺട്രോൾ ആസ് പെർ ദ സിറ്റുവേഷൻ. അവർക്ക് അവരുടെ ഇമോഷൻസ് ആ ഒരു സിറ്റുവേഷനിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. മേക്ക് പ്രോപ്പർ യൂസ് ഓഫ് ഹിസ് ഇമോഷൻസ്. അവർ ഇമോഷൻസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു ധാരണ ആർക്കുണ്ടാവും? ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇമോഷണൽ കൺട്രോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഇമോഷണൽ കൺട്രോൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എങ്ങനെ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം, ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഇമോഷൻ എങ്ങനെ പ്രകടിപ്പിക്കണം, അതേപോലെ അതിനെക്കുറിച്ച് ചിന്തിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഞാനാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും ഞാൻ ഫേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യാനൊക്കെ ഉള്ള പവർ ആർക്കുണ്ടാവും? ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവും. ഇനി ഫാമിലി, ചിൽഡ്രൻ. നമ്മള് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷൻ ഡെവലപ്മെന്റും തമ്മിൽ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞു. ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷൻ ഡെവലപ്മെന്റ് നേരത്തെ സംഭവിക്കും. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ് ഇമോഷണൽ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ കമ്പാരിറ്റീവ്ലി കുറവായി. ഇനി ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. കുട്ടികളെ സംബന്ധിച്ച് ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. കുട്ടിയുടെ ഈച്ച് ആൻഡ് എവറി ഡെവലപ്മെന്റ്, സോഷ്യൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, ഫിസിക്കൽ, മോട്ടോർ, എല്ലാ ഡെവലപ്മെന്റും ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഫാമിലിയാണ്. ആ കുട്ടി ജനിച്ചു വളരുന്ന അവന്റെ ഫാമിലി. സോ കുട്ടികൾ ശരിക്കും എന്താ ചെയ്യുന്നത്? പാരന്റ്സിന്റെ ഇമോഷൻസ് കോപ്പി ചെയ്യാണ് ചെയ്യാറ്, എൽഡർ വൺസിന്, മുതിർന്നവരെ. അപ്പൊ പാരന്റ്സ് നമ്മളോട് ദേഷ്യപ്പെടാണെങ്കിൽ, കുട്ടികളോട് ദേഷ്യപ്പെടാണെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അവരുടെ സിബ്ലിങ്സിനോട് ദേഷ്യപ്പെടും. അപ്പൊ സാധാരണ കാർട്ടൂണാണ് ഞാൻ പറഞ്ഞു നോക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു മാനേജർ എന്താ ചെയ്യണേ? മാനേജറിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഒരു ഓണർ മാനേജറിന് ദേഷ്യപ്പെടാണ്. മാനേജർ എന്ത് ചെയ്യുന്നു? അവിടെ കീഴിലുള്ള എംപ്ലോയിനോട് ദേഷ്യപ്പെടാണ്. അപ്പൊ ആ എംപ്ലോയി എന്ത് ചെയ്യുന്നു? ആ ദേഷ്യം മൊത്തം ആ എംപ്ലോയിയുടെ ഫാമിലിയിലേക്ക് തീർത്താണ്. അങ്ങനെ ഒരു കാർട്ടൂണും. പിന്നെ എന്താണ്? മാനേജർ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് കാർട്ടൂണാ പറയുന്നത്. ഓണർ മാനേജറിനോട് ദേഷ്യപ്പെടുന്നു, മാനേജർ എംപ്ലോയിനോട് ദേഷ്യപ്പെടുന്നു. എംപ്ലോയി പക്ഷെ ആ ദേഷ്യമൊക്കെ കാണിക്കാതെ ഫാമിലിനോട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? ഫ്ലവർ ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ഏതാണ് നല്ലത്? ഞാൻ രണ്ടാമത് പറഞ്ഞ ഒരു കാർട്ടൂൺ അല്ല, എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടാമത് പറഞ്ഞ കാർട്ടൂൺ അല്ലേ നല്ലത്? കാരണം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫാമിലിയിലാണ്, നമ്മൾ മുതിർന്നവരാണ്, പാരന്റ്സ്, നമുക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ആവട്ടെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ടെൻഷൻസും എല്ലാം ഉണ്ടാവും. ആ കാര്യങ്ങളൊന്നും നമ്മൾ ഫാമിലിയുടെ അകത്തേക്ക് വരുമ്പോൾ കൊണ്ടുവരരുത്. ദേഷ്യം, ആ ഒരു ഫ്രസ്ട്രേഷൻ ഒന്നും ഒരിക്കലും ഫാമിലിയുടെ അകത്തേക്ക് കൊണ്ടുവരരുത്. അത് വീടിന്റെ പുറത്ത് വെച്ചിട്ട് നമ്മളുടെ ഫാമിലിയിലേക്ക് ആക്ട് ആയിട്ടുള്ള മെമ്പർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കയറി വരാനായിട്ട്. കാരണം നമ്മളോട് മറ്റുള്ളവർ ചെയ്ത പോലെ തന്നെ നമ്മൾ അവരോട് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു എന്താ പറയാ, അവരുടെ സിബ്ലിങ്സിനോട് കാണിക്കും, അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷനൊക്കെ ആ ഒരു ദേഷ്യമൊക്കെ ആയിരിക്കും അവർ പിന്നെ പ്രകടിപ്പിക്കുന്നത്. സോ പാരന്റ്സിന്റെ ഇമോഷൻസ് എങ്ങനെയാണോ അത് കോപ്പി ചെയ്യാനായിരിക്കും എന്ത് ചെയ്യുന്നത്? കുട്ടികള്
ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. സോ ഫാമിലിയിൽ നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇനി ഉണ്ടാകും ഫാമിലിയിൽ കോൺഫ്ലിക്റ്റും ടെൻഷനും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പരിധി വരെ നമ്മൾ കുട്ടികളെ അറിയിക്കാതിരിക്കാൻ നോക്കാം. ഇനിയിപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും കുട്ടികളുടെ മുമ്പില് അച്ഛനമ്മയും കൂടി വഴക്കിടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും ഈ ഫാമിലിനെ കുറിച്ച് തോന്നുന്നത്. പക്ഷെ നമുക്കറിയാം ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലേസ് ആണ്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴല്ലേ നമ്മൾ പുറത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, ട്രാവൽ ചെയ്യുന്നു, അപ്പൊ ഒരുപാട് നമുക്ക് ഡിസ്റ്റർബൻസ് പുറത്തുണ്ട്, പല പല ഡിസ്റ്റർബൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലിയിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നാറുണ്ട്, ഒരു സേഫ്നെസ്. അങ്ങനെ ഒരു ഫീലിംഗ് തോന്നണം നമ്മുടെ ഫാമിലിക്ക് വരുമ്പോൾ, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തോന്നണം. അതേ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം നമ്മൾ കുട്ടികൾക്കും കൊടുക്കേണ്ടത്. നമ്മൾ അവരെ ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ചീത്ത പറയുന്ന ഫാമിലി ആണെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇമോഷണലി അപ്സെറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഫാമിലിയിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അവിടുത്തെ ഓരോ മെമ്പേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്. മുതിർന്നവരുടെ മെയിൻ ആയിട്ട് എൽഡർ മെമ്പേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് ഫാമിലിയുടെ അകത്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ബിൽഡ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ വരുന്ന കുട്ടികള് നല്ല കുട്ടികളായിരിക്കും. അവർക്ക് ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അതേപോലെ അവര് എല്ലാ കാര്യങ്ങളും അവർക്ക് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ അതൊരുപാട് അവരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. സൊസൈറ്റിയിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ആവാനൊക്കെ അവരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഫാമിലി എന്താന്ന്. ഫാമിലി children copy the emotional behavior of the parent and elder members of the family. കുട്ടികള് ആരുടെ ബിഹേവിയർ കോപ്പി ചെയ്യാൻ നോക്കുന്നത്? നമ്മുടെ പാരന്റ്സിന്റെയും ഫാമിലിയിലെ എൽഡർ മെമ്പേഴ്സിന്റെയും ബിഹേവിയർ ആണ് കോപ്പി ചെയ്യുന്നത്. ഇഫ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് അറ്റ് ഹോം, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഹോമിൽ, പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ചിൽഡ്രൻസ് ഡെവലപ്പ് പോസിറ്റീവ് ഇമോഷൻസ്. അപ്പോൾ കുട്ടികൾ എന്ത് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യും? പോസിറ്റീവ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യും. While family relationship with conflict and tension, ഭയങ്കര കോൺഫ്ലിക്റ്റും എപ്പോഴും തല്ലുപിടുത്തവും വഴക്കും ടെൻഷനും ഒക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ലീഡ്സ് ടു നെഗറ്റീവ് ഇമോഷൻസ്, കുട്ടികളിൽ നെഗറ്റീവ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാകും. ദ സൈസ് ഓഫ് ദ ഫാമിലി, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു സൈസ് ഓഫ് ദ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി ആണോ ജോയിന്റ് ഫാമിലി ആണോ? ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവർക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് കുറച്ചുകൂടി പോസിറ്റീവ് ആയിരിക്കും. കാരണം ഗ്രാൻഡ് പാരന്റ്സിന്റെ ഗൈഡൻസും പാരന്റ്സിന്റെ ശ്രദ്ധയും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി, ഫാമിലിയിലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്, ആ കുട്ടിയുടെ പൊസിഷൻ എന്താണ്? ആ ഒരു ഫാമിലിയിൽ ആ കുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെൽക്കമിങ് ആണ്, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവർക്കും ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന്റെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പാരന്റൽ ആറ്റിറ്റ്യൂഡ്, പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടിയോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഓൾസോ എഫക്ട്സ് ദ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. ഇതെല്ലാമാണ് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫാമിലി, നമ്മുടെ പാരന്റ്സിന്റെയും ഫാമിലിയിലെ എൽഡർ മെമ്പേഴ്സിന്റെയും ഇമോഷണൽ ബിഹേവിയർ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? കോപ്പി ചെയ്യാറുണ്ട്. അപ്പോ നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ്, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ഫാമിലിയുടെ അകത്തുള്ളെങ്കിൽ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. ഇനി ഫാമിലിയിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റും ടെൻഷൻസും ഒക്കെ ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ കുട്ടികളുടെ ഇമോഷൻസ് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നേ പറയുള്ളൂ. ദ സൈസ് ഓഫ് ദ ഫാമിലി, പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയുടെ സൈസ്, ന്യൂക്ലിയർ ആണോ ജോയിന്റ് ഫാമിലി ആണോ? ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ അവിടെ അധികം കെയറോ സ്നേഹമോ ഒന്നും കിട്ടുന്നില്ല. പാരന്റ്സ് രണ്ടുപേരും ജോലിക്ക് പോകണം, ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് കെയറോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടുന്നില്ല. പക്ഷെ ജോയിന്റ് ഫാമിലി ആണെങ്കിൽ പാരന്റ്സ് ജോലിക്ക് പോയാലും അവരെ ശ്രദ്ധിക്കാനായിട്ട് അവിടെ ആരുണ്ടാവും? ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അവർക്ക് ടൈം കൂടുതൽ കളിക്കാനൊക്കെ സിബ്ലിങ്സ് ഉണ്ടാവും. സോ അവര് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു? ഇമോഷണൽ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് അവിടെ അക്വയർ ചെയ്യും. ഈ സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി, നമ്മുടെ സൊസൈറ്റിയിൽ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഫാമിലിയുടെ എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്?
കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടിയുടെ ആ ഒരു പൊസിഷൻ, ഫാമിലിയുടെ അകത്തുള്ള കുട്ടിയുടെ പൊസിഷൻ, എല്ലാവരും വെൽക്കം ചെയ്യുന്ന ഭയങ്കര കുട്ടിയാണെങ്കിൽ അവന് ഇമോഷണൽ ഡെവലപ്മെന്റ് പെട്ടെന്നായിരിക്കും. ഇനി ആർക്കും വേണ്ടാത്തൊരു കുട്ടി അങ്ങനെ വിചാരിക്കില്ലേ, ചില അങ്ങനെയില്ല കുട്ടികളെ നമ്മൾ അങ്ങനെ വേർതിരിച്ച് കാണാൻ പാടില്ല. പക്ഷെ ചില ഫാമിലികളില് പെൺകുട്ടികളെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആൺകുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ചില ഫാമിലീസിൽ പെൺകുട്ടികളെ ഭയങ്കര എന്താ പറയാ ഭാരമായിട്ട് കാണുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു പൊസിഷൻ, കുട്ടിയുടെ പൊസിഷൻ വെൽക്കമിങ് ആണെങ്കിൽ പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും. വെൽക്കം ചെയ്യാത്തതാണ്, ആ ഒരു പൊസിഷൻ വെൽക്കം ചെയ്യുന്നില്ലെങ്കിൽ നെഗറ്റീവ് റിലേഷനിലേക്ക് പോകും. പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടികളോടുള്ള പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറിൽ വരുന്നതാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു അത്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫാമിലി. ഈ 3 കാര്യങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഈ 3 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. റീഡ് ചെയ്ത് നോക്കി. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി പറയുന്നത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. സോഷ്യൽ അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇനി നമ്മളുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടിയുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല അനുകൂലമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഇപ്പൊ വാറൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ, നമുക്ക് പറയാം ഇന്ത്യ എക്സാമ്പിൾ ആയിട്ട് പറയായിരുന്നു, ഇപ്പൊ വാറൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലെ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർ ആയിട്ട് ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ല. അവര് നല്ലൊരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിലല്ല അവർ വളർന്നു വരുന്നത്. സോ അതുകൊണ്ട് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലൊരു ഹെൽത്തി, അതേപോലെ തന്നെ കൺഡ്യൂസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. വിത്തിൻ ദ സ്കൂൾ, നമ്മുടെ സ്കൂളിന്റെ അകത്തും അവരുടെ ഔട്ട്സൈഡ്, നമ്മളിപ്പോ ഫാമിലിയുടെ പുറത്ത് ഔട്ട്സൈഡ് ഉള്ള ആ ഒരു സ്ഥലങ്ങളിലും കുട്ടികളുടെ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? ഒരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും കുട്ടികളെ വളരേണ്ടത്, വളർന്നു വരുന്ന സാഹചര്യം. സോ നമ്മുടെ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നുള്ളത്. The healthy and conducive atmosphere of the school always result in balanced emotional growth of the children. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അനുകൂലമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, സ്കൂൾ അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഗ്രോത്ത് ആയിരിക്കും ഈ കുട്ടികളിൽ സംഭവിക്കുന്നത്.
The physical facilities of the school. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഫിസിക്കൽ ഫെസിലിറ്റീസ്, നമ്മുടെ സ്കൂളിൽ എന്തെല്ലാം ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. കരിക്കുലർ ആൻഡ് നോൺ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മൾ കരിക്കുലർ ആയിട്ടുള്ള എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നേച്ചർ ഓഫ് ഡിസിപ്ലിൻ, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടാണോ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത്, നോർമൽ ഡിസിപ്ലിൻ ആണോ. ആൻഡ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റാഫ്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ സ്റ്റാഫ് മെമ്പേഴ്സ്, ടീച്ചേഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ്. പ്യൂപ്പിൾസ് ആൻഡ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്, നമ്മുടെ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. ഇതെല്ലാം ഇമോഷണൽ ഡെവലപ്മെന്റിനെ, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഞാൻ എന്താ പറഞ്ഞത്, സോഷ്യൽ അറ്റ്മോസ്ഫിയർ. കുട്ടികൾ വീട് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന സ്കൂളുകളിലാണ്, അല്ലെ. അവർ ഉണർന്നിരിക്കുന്നതിന് ഭൂരിഭാഗം സമയവും നമ്മുടെ കൂടെയാണ്. സോ നമ്മുടെ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്കൂൾ കുറെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്തതായിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ട എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ട കാര്യങ്ങൾ, റൈഡുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസുകളെല്ലാം കണ്ടക്ട് ചെയ്യാം. നമ്മുടെ ടീച്ചിങ്ങിന്റെ മെത്തേഡ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. മോണ്ടിസോറി ടീച്ചിങ് ആണ് ഫോളോ ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്. ഈ ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ മോണ്ടിസോറി ടീച്ചിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്താ ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നെല്ലാം. അതേപോലെ നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണ് എങ്കിൽ, അതേപോലെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ നല്ല പോസിറ്റീവ് റിലേഷൻ ആയിരിക്കും. ഇതെല്ലാം കുട്ടിയുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ സോഷ്യൽ അറ്റ്മോസ്ഫിയറിനെയാണ് ഡീൽ ചെയ്യുന്നത്. ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ കുട്ടികൾ ബാലൻസ്ഡ് ഇമോഷണൽ ഗ്രോത്ത് ആയിരിക്കും കൈവരിക്കും. എങ്ങനെയാണ് ബാലൻസ്ഡ് ഇമോഷണൽ ഗ്രോത്ത് ആയിരിക്കും. 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ, ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് എന്ത്, സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. നല്ലൊരു ഹെൽത്തി ആൻഡ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ ഗ്രോത്ത് ആയിരിക്കും കൈവരിക്കുന്നത്. ഓക്കെ, ഇത് പോസിറ്റീവ് സൈഡാണ് പറഞ്ഞത്. നമുക്ക് നെഗറ്റീവ് സൈഡ് കൂടി പറയാം. ഈ സോഷ്യൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ അറ്റ്മോസ്ഫിയർ നെഗറ്റീവ് ആണ്. എപ്പോഴും പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, കുട്ടികൾക്ക് വേണ്ട മെറ്റീരിയൽസോ ഫിസിക്കൽ ഫെസിലിറ്റീസോ ഒന്നുമില്ല. അതേപോലെ ടീച്ചേഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ടീച്ചേഴ്സ് ദേഷ്യം ആരോട് കാണിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ട് ടീച്ചേഴ്സിനോട്, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ടീച്ചേഴ്സിനോട് ദേഷ്യപ്പെടുന്ന ടീച്ചേഴ്സ് ആ ദേഷ്യം ഓട്ടോമാറ്റിക്കലി ആരോട് കാണിക്കും, അവരുടെ പഠിപ്പിക്കുന്ന കുട്ടികളോട് കാണിക്കും. സോ അവിടെ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ ആണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ബാലൻസ്ഡ് ആയിരിക്കുമോ? അല്ല, ബാലൻസ്ഡ് ആയിരിക്കില്ല. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇപ്പൊ നിങ്ങള് ടീച്ചേഴ്സ് ആയിട്ട് പോകുന്ന കുട്ടികളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നേ, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ വീട്ടില്, ഫാമിലിയിൽ, ഫിനാൻഷ്യൽ ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. ടീച്ചറായിട്ട് ആ ക്ലാസ് കയറുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, എൻറ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എൻറ്റർ ചെയ്യാൻ. എന്തൊക്കെ പ്രശ്നം നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം മാറ്റി പുറത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അതൊക്കെ മറന്നിട്ട് വേണം നമ്മൾ ആ ക്ലാസ്സിലേക്ക് പോകാൻ. ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ഹോൾ കുട്ടികളുടെയും ടീച്ചറായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആക്ട് ചെയ്യേണ്ടത്. അവരുടെ ഒരു ഇതിലേക്ക് വരണം. കാരണം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും, ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒത്തിരി ഇമോഷണലി പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്ന ദിവസമായിരിക്കും, സങ്കടം വരുന്ന ദിവസമായിരിക്കും, ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. ഹാപ്പി ആണെങ്കിൽ അത് പ്രകടിപ്പിച്ചോ, ബാക്കി ഇമോഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. വെച്ചാല് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം ആ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ്
പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ പ്രശ്നം എല്ലാപ്പോഴും ഉണ്ടാവുന്നില്ല, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ആ ടെൻഷൻ ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ വന്നിട്ട് കാണിക്കാൻ പാടില്ല. കാരണം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന പോർഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്കും അത് ക്ലിയർ ആവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ക്ലാസ്സിൽ പുറത്ത് വെച്ചിട്ട് വേണം നമ്മുടെ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാനായിട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ വലിയൊരു ഫാക്ടറാണ് ഇത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്നുള്ളത്. ഓക്കെ, ഇനി പിയർ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, പിയർ ഗ്രൂപ്പ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും. എന്താണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും അല്ലെ, കുട്ടികൾക്ക് ഉണ്ടാവും ഫ്രണ്ട് സർക്കിൾ. സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, വേണമെങ്കിൽ വീടിന്റെ അടുത്തുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ ആസ് വെൽ ആസ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് പിയർ ഗ്രൂപ്പ്സ്, ഫ്രണ്ട്ഷിപ്പ്. കാരണം കുട്ടികൾ ഒരുപാട് ക്വാളിറ്റീസ് പഠിക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ. അപ്പൊ ഫ്രണ്ട്സ് ആവുമ്പോൾ അവർ ഷെയറിങ് ഹാബിറ്റ് പഠിക്കുന്നുണ്ട് അല്ലേ, കെയറിങ് പഠിക്കുന്നുണ്ട്, ഇളയ കുട്ടികളെ കെയർ ചെയ്യാനുള്ള കാര്യത്തിൽ പഠിക്കുന്നുണ്ട്. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളായിരിക്കും നമ്മൾ പിയർ ഗ്രൂപ്പ്സ് വരുന്നത്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ കെയറിങ് പഠിക്കുന്നുണ്ട്, ഷെയറിങ് പഠിക്കുന്നുണ്ട്, എന്താണ് ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം. നമ്മളിപ്പോ ടീമായിട്ടൊക്കെ തിരിഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, കളിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അവര് ടീം വർക്ക് എങ്ങനെയായിരിക്കണം എന്നതൊക്കെ അവർ ചെറുപ്പത്തിലേ തന്നെ പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എങ്ങനെ അഡ്ജസ്റ്റബിൾ ആവണം, അപ്പോ നമ്മള് നല്ല എന്താ പറയുക, നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റബിൾ ആകണം വെച്ചാല് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഈക്വലി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എന്തൊരു ചാൻസ് ഗെയിമിന്റെ കാര്യത്തിലായാലും എന്തൊരു കാര്യത്തിലായാലും ഈക്വലി ആയിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പൊ അവർ അതിനോട് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം. പിന്നെ ഫെയിലിയർ ഉണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ ചെറിയ കളികളിലൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഈ ഫെയിലിയറിനോടുള്ള ഭയം നമുക്ക് കുറവായിരിക്കും. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് പിയർ ഗ്രൂപ്പ്സ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ, കുട്ടികൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അവര് ഈ ഫെയിലിയറിനോടുള്ള ഭയം അവർക്ക് കുറവായിരിക്കും. The peer group relationship paves way for social development of the child. Peer group relationship കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെയും thereby ഇമോഷണൽ ഡെവലപ്മെന്റിനെയും പേവ് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് ആസ് വെൽ ആസ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു. മോർ സോഷ്യൽ ദ ചൈൽഡ് ഈസ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട്. മൂത്ത കുട്ടിയാണെങ്കിൽ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, ടൈം ഫുൾ സ്പെൻഡ് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ ഫുൾ ടൈം TV ഓർ ഫോൺ അല്ലെങ്കിൽ വീട്ടിൽ ബുക്കൊക്കെ റീഡ് ചെയ്ത് പോവുകയാണ്. പക്ഷെ രണ്ടാമത്തെ കുട്ടി നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ പുറത്തൊക്കെ പോയി അവരുടെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കും, സൈക്കിള് ചവിട്ടാനൊക്കെ പോകും, വീട്ടിൽ ഇരിക്കേയില്ല, അവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്ങനെ കറങ്ങി നടക്കാൻ. ഏത് കുട്ടിക്കായിരിക്കും സോഷ്യൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും ഫാസ്റ്റ് കൂടുതൽ? രണ്ടാമത്തെ കുട്ടിക്കായിരിക്കും. അതെന്തുകൊണ്ടാ? അവൻ കൂടുതലായിട്ട് സോഷ്യലി അവൻ എന്ത് ചെയ്യാണ്, ഇടപെടാണ്, കുറച്ചുകൂടി സോഷ്യൽ ആവാണ് കുട്ടി. അതേപോലെ തന്നെ അവന് ഇമോഷണൽ കൺട്രോൾ ഒക്കെ ഈ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിലൂടെ അവന് കിട്ടുന്നുണ്ട്. ഓക്കെ, the more social the child is, എന്തോരമാണ് ആ കുട്ടി സോഷ്യൽ ആകുന്നത്, the more emotionally adjustable he will be through. എങ്ങനെ ഇമോഷണലി അഡ്ജസ്റ്റബിൾ ആകാം എന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. Socially discard and maladjust children always face difficulty in emotional problems. സോഷ്യലി അത്ര ഇടപെടാത്ത കുട്ടികള്, പെട്ടെന്ന് മാൽഅഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികള്, അവർ ഇമോഷണലി കുറച്ച് പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്, ഫേസ് ചെയ്യാറുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അവര്. ഇത്തിരി ഇമോഷൻ പെട്ടെന്ന് ദേഷ്യം വരും, അവർക്ക് മറ്റുള്ളവരായിട്ട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അറിയാൻ പറ്റില്ല, ഷെയറിങ് ഹാബിറ്റ് ഉണ്ടാവില്ല. അതൊക്കെ കൊണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടിലാരെങ്കിലും കുട്ടികളെ വെക്കേഷനിൽ കളിക്കാൻ വിടുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ വിട്ടോളണം. കാരണം പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് കുട്ടികളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിന് കാരണമാകുന്നുണ്ട്. ചില പാരന്റ്സിലെ കുട്ടികൾ പുറത്ത് എവിടെയും കളിക്കാൻ വിടില്ല, ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചാൽ മതി എന്ന് പറയും, സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഓർഡർ കൊടുക്കും. പക്ഷെ അത് നല്ലതല്ല.
കുട്ടികളാണ്. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഇനിയിപ്പോ അധികം സമയമില്ല, 15 days കൂടെ ഉള്ളൂ അവർക്ക് വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ കുട്ടികളെ നമ്മൾ കൂടുതൽ ടൈം എന്ത് ചെയ്യുക, പുറത്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ അണ്ടർ സൂപ്പർവിഷൻ ഓഫ് മുതിർന്നവരുടെ സൂപ്പർവിഷനിൽ വേണം വിടാൻ. ആരെങ്കിലും ഒരാൾ സൂപ്പർവൈസ് ചെയ്യണം, കാരണം കുട്ടികളാണ്. ചെറുതായിട്ട് ഒരു സൂപ്പർവിഷൻ കൂടി കൊടുത്താണെങ്കിൽ നമ്മൾ കുട്ടികളെ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഈ കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഓക്കെ, the children pick up so many threads of emotional behavior from his premises. എന്താണ് premises? ചുറ്റുപാട്. എന്താണ് premises? ചുറ്റുപാട്. കുട്ടിയുടെ ചുറ്റുപാട്, വളർന്നു വരുന്ന ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ത്രെഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് കുട്ടി വളർന്നു വരുന്നെങ്കിൽ, ബ്രീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അവന് നല്ല കറേജ്, നല്ല പോസിറ്റീവ് ആയിട്ടും അവന്റെ ഇമോഷൻസ് ഡെവലപ്മെന്റ്. വാറൊന്നും ഇല്ലാത്ത നല്ല സമാധാനം ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് കുട്ടികൾ വളർന്നു വരുന്നതെങ്കിൽ അവർക്ക് വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. നല്ല രീതിയിൽ അവരുടെ ഇമോഷണലും സോഷ്യലും ഇന്റലിജൻസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഒക്കെ കൈവരിക്കാൻ പറ്റും. പക്ഷേ കുട്ടി വളർന്നു വരുന്നത് നെഗറ്റീവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ, 1 minute, ഓക്കെ. അപ്പൊ എന്താ ഞാൻ പറയുന്നത്, നല്ല വാറൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് കുട്ടികൾ വളർന്നു വരുന്നതെങ്കിൽ നെഗറ്റീവ് റിലേഷൻ ആയിരിക്കും ചിലപ്പോൾ ആ കുട്ടികൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. അവരുടെ ഇമോഷൻസ് കൺട്രോൾഡ് ആയിരിക്കില്ല. ഓക്കെ, നമ്മള് ആരെ ശ്രദ്ധിക്കേണ്ടത്? പാരന്റ്സും ടീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. നല്ല നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽപക്കങ്ങൾ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നൈബർഹുഡിൽ നിന്നാണ് കുട്ടി വളർന്നു വരുന്നെങ്കിൽ നമുക്ക് സഹോദര സ്നേഹവും മറ്റുള്ളവരുടെ കൾച്ചറൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ വളർന്നു വരുന്നത്, ഒരു കുട്ടി വളർന്നു വരുന്ന ചുറ്റുപാടും അവന്റെ വീടിന്റെ ചുറ്റുപാടും പല മതത്തിലുള്ള ആൾക്കാര്, ഫ്രണ്ട്സ്, കുട്ടികൾ ഉണ്ടെങ്കിൽ നല്ല സ്നേഹത്തോടും നല്ല ഒത്തൊരുമയോടും കൂടിയാണ് അവർ വളർന്നു വരുന്നതെങ്കിൽ അവർക്ക് എന്താ പറയാ, ഒരു റിലീജിയസ് എന്താ പറയാ, ഒരു ഐക്യം ഉണ്ടാവും. എല്ലാവരും റിലീജിയൻസ് ഓക്കെയാണ്, അവരോടൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷെ നൈബർഹുഡ് ഓക്കെ അല്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇവരായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണെങ്കിൽ ഫസ്റ്റ് അവരെ നമ്മളെ കുട്ടികൾ വെക്കാൻ തുടങ്ങും. ദെൻ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിനനുസരിച്ച് അവരോടുള്ള ദേഷ്യം, പിന്നെ അവരോടുള്ള മതത്തിനോടായിരിക്കും ദേഷ്യം. അങ്ങനെ ആ മതത്തിനെ വെറുക്കാൻ തുടങ്ങും. പല പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള നൈബർഹുഡ് ആയിരിക്കാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ വീടൊക്കെ വെച്ച് മാറാണെങ്കിലും നല്ലൊരു പോസിറ്റീവ് നൈബർഹുഡിലേക്കായിരിക്കാം നമ്മൾ മാറാനായിട്ട്. കുട്ടികൾക്ക് വേണ്ടത് മതി നല്ലൊരു ഫിയർനെസ് ആയിട്ടുള്ള, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വേണം നമ്മൾ കുട്ടികളെ കൊണ്ടുവരാനായിട്ട്. നോക്കാം. ഓക്കെ, the community and neighborhood. The child picked up so many threads of his emotional behavior from his premises. കുട്ടികളെ ചുറ്റുപാടുകളിലുള്ള ഒരുപാട് ഇമോഷണൽ ത്രെഡ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് പിക്ക് ചെയ്യുന്നുണ്ട്, ഇമോഷണൽ ബിഹേവിയർ അബ്സോർവ് ചെയ്യുന്നുണ്ട്. The brave community is sure to give birth to fearless, courage children. നല്ല ധൈര്യമുള്ള, നല്ല ബ്രീവ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്കെങ്കിൽ നല്ല ഫിയർലെസ് ആയിട്ട് കറേജ് ആയിട്ട് കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് പറ്റും. Whereas the children grow in an emotionally polarized community. ഇമോഷണൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിൽ എക്സിബിറ്റ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഇമോഷണലി സെൻസിബിലിറ്റി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആയിരിക്കില്ല, അവർ ഇൻസ്റ്റേബിൾ ആയിട്ടായിരിക്കും കുട്ടികളുടെ ഇമോഷൻസ്. അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ആണെങ്കിൽ വാറിന്റെ ഒക്കെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോഴും യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത് വളർന്നു വരുന്നെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിട്ട് ഫേസ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം.
നമുക്ക് അറിയാവുന്ന ഒരാളാണ്. എന്താ പറയാ, പഠിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. തോന്നുന്നു എന്റെയൊക്കെ ചെറുപ്പത്തില് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ കുട്ടിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ പണയം വെച്ചൊരു കുട്ടി. പാകിസ്ഥാനിലായിരുന്നു, ഇപ്പൊ അവര് അമേരിക്കയിലാണ് താമസിക്കുന്നത്. അറിയോ? മലാല. ഓക്കെ, മലാല യൂസഫ്. അപ്പോ ഞാൻ ആക്ടിവിറ്റി ആയിട്ട് തരാം. ഇപ്പൊ ഇമോഷണലി ഈ ഒരു പോർഷന്റെ കാര്യം പറഞ്ഞതാണ്. മലാല യൂസഫലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങള് എല്ലാവരും എന്ത് ചെയ്യുക, ഒരു എന്താ പറയാ, ഒരു സെമിനാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു എസ്സേ പോലെ എഴുതാൻ പറ്റുമോ? മലാല യൂസഫലിനെ കുറിച്ചിട്ട് എസ്സേ എഴുതാൻ പറ്റുമോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ. എടാ, മലാല യൂസഫലി അറിയോ? അറിയാലോ. അപ്പൊ മലാല യൂസഫലിനെ കുറിച്ചിട്ട് ഒരു എസ്സേ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ജസ്റ്റ് ആ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്തത്, ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ ഒരു, നമ്മളിപ്പോ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഭയത്തോടു കൂടിയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനൊക്കെ പോകുന്നത്. ജസ്റ്റ് പാകിസ്ഥാൻ വിട്, അഫ്ഗാനിസ്ഥാനിലെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, പെൺകുട്ടികളെ പഠിക്കാനായിട്ട് വിടാൻ പാടില്ല, ഏജിനുള്ളിൽ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കണം, എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടുത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അവർ ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അവരെ കുറിച്ചിട്ട് ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടൊരു എസ്സേ എഴുതാൻ നോക്കാം. ഞാൻ പോർഷൻസ് എന്തായാലും എസ്സേയുടെ പോർഷൻ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ക്ലാസ് റൂമിൽ ഇട്ടേക്കാം കേട്ടോ. എല്ലാവരും അത് ഒരു അസൈൻമെന്റ് ബുക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക്, അതിലെഴുതിയാൽ മതി കേട്ടോ. അസൈൻമെന്റ് ബുക്കിൽ എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത 3 പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്സ്, ദ കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഈ 3 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. മാം, ആക്ടിവിറ്റി അസൈൻമെന്റിലല്ലേ എഴുതാൻ പറഞ്ഞത്? ആടാ, നമ്മളിപ്പോ പറഞ്ഞ ഈ അസൈൻമെന്റ് ആക്ടിവിറ്റി അസൈൻമെന്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഫോട്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ഒന്ന് ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഓക്കെ. ഞാൻ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടായിരുന്നു മാം. സ്മോൾ ലെറ്റേഴ്സ് സാൻഡ് പേപ്പറിൽ ചെയ്തോ? ചെയ്തു. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റേ? ഓക്കെ. ഞാൻ പേര് അയക്കാത്ത സമയമില്ലാത്തതുകൊണ്ടാണ്, 10 മിനിറ്റ്സേ ഉള്ളൂ. അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ കഴിഞ്ഞു, സ്മോൾ ലെറ്റർ കഴിഞ്ഞു, നെക്സ്റ്റ് ന്യൂമറിക്കൽസ് ആണ് കേട്ടോ. 0 to 9. ഓക്കെ, ചെയ്തതാണ്. ഓക്കെ ഓക്കെ, ചെയ്താണ്. അത് കുഴപ്പമില്ല. ഇനി സ്മോൾ ലെറ്റർ ഒന്ന് ആരൊക്കെയാ പ്രസന്റ് ചെയ്യുന്നേ? മാം, ഞാനിപ്പോ എന്റെ വീട്ടിൽ വന്നിരിക്കുക, അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. ഞാൻ പിന്നെ കാണിച്ചു തന്നാ മതിയോ? മതി. ശരിക്കും ഈ ആക്ടിവിറ്റീസിനൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി വൈകിയുടെ സമയത്ത്
എല്ലാവരും കറക്റ്റ് ആയിട്ട് ഈ ആക്ടിവിറ്റീസ് നമ്മൾ തരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് വൈവയുടെ സമയത്ത് നമ്മളത് ചെക്ക് ചെയ്യും. എന്നിട്ടാണ് മാർക്ക് എൻട്രി ചെയ്യുന്നത്. ജസ്റ്റ് ഈ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് നോക്കണേണ്. ഓക്കെ, ആര്യ മാം കാണിക്കട്ടെ. ആടാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് സാൻഡ് പേപ്പർ ആണ് കേട്ടോ. സാൻഡ് പേപ്പർ ആണ് തോന്നി. ഓക്കേടാ, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളവർ കാണിക്കാം. ഓക്കെ, വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ കാണിക്കട്ടെ മാം. ഓക്കെ, ഇനിയല്ലേ ആ പ്രസന്റ് ചെയ്തോടാ. ഒരു മിനിറ്റ്. എല്ലാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തില്ല. ഓക്കേടാ, അതിന്റെ പുറകിൽ ഒരു കട്ടി ഒരു കാർഡ്ബോർഡ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ചാർട്ടല്ല, നമ്മള് വേറെ ഈ ബുക്കിന്റെ ബാക്കിലുള്ള കട്ടിയുള്ള ബൈൻഡ് വെച്ചിട്ടാ ചെയ്തിരിക്കുന്നത്. ചെയ്തേക്കുന്നല്ലേ? ആ ഓക്കെ ഓക്കെ, അത് എനിക്ക് കുറവായിട്ട് തോന്നിയതുകൊണ്ടാണ്. കുഴപ്പമില്ല, അത് മതി മതി കേട്ടോ. ആ ശരി. ഓക്കെ, നെക്സ്റ്റ് ആരെ കാണിക്കാന്ന് പറഞ്ഞത്? അശ്വിനി. മെസ്സേജ് മ്യൂട്ട് ഓൺ ആക്കുകയാണെങ്കിൽ പിൻ ചെയ്യാട്ടോ. സാൻഡ് പേപ്പർ കൊണ്ടാണ് മാം ചെയ്തിരിക്കുന്നത്. ആ നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കെ മാം. രജീഷ അല്ലെ? രേഷ്മയാണ് മാം. രജീഷ, അത് വീക്കൻ പേപ്പറാണ്. നന്നായിട്ടുണ്ട്. പ്രിയ, ഓക്കേടാ, സാൻഡ് പേപ്പറാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. മഞ്ജു. ഓക്കെ. മഞ്ജു, മഞ്ജു ഓക്കെ. അത്രയും പേര്. ഞാൻ കാണിക്കട്ടെ. ഇതെന്താ സാൻഡ് പേപ്പർ തന്നെയാണ്? സാൻഡ് പേപ്പർ ആണ് എന്റെ. വേറെ കളർ കിട്ടി? ഇത് വേറെ കളറാ, ബ്രൗൺ കളറാണ്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. ചില വ്യത്യാസമുണ്ട്, ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നില്ലേ? മനുഷ്യ ടച്ച് ചെയ്ത് നോക്കുമ്പോ ഡിഫറൻസ് മനസ്സിലാകുന്നില്ലേ? സാധാരണ ഇതിനേക്കാളും ഡിഫറൻസ് തോന്നുന്നുണ്ട്. കണ്ടിട്ട് ഒരേപോലെ തന്നെ തോന്നാം. ആ ഒരു ഗ്രിപ്പ് ഒക്കെ തോന്നുന്നുണ്ടോ? ഒരു സ്മൂത്ത്നെസ് കറക്റ്റ് ആണ്. കളറിന് വ്യത്യാസമുള്ളൂ, ബ്രൗൺ കളർ ആയിരുന്നുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? രണ്ട് കളർ കാണുന്നു. അപ്പൊ ഞാൻ ഒക്കെയും ബ്ലാക്ക് ആണ് കാണുന്നത്, അപ്പൊ ഞാൻ ബ്രൗൺ എടുത്തതാണ്. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കുട്ടികള് ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക. നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ പറഞ്ഞ പോലെ എസ്സേ ആണ്, എസ്സേ അബൌട്ട് മലയാളം. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എന്നിട്ട് ആരെങ്കിലും ഒരാൾ ഒന്നോ രണ്ടോ പേര് ഒന്ന് പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ ക്ലാസ്സിൽ. എല്ലാവരും ചെയ്ത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു കുട്ടീനെ കൊണ്ട് ഞാൻ ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യിപ്പിക്കും. ഞാൻ വിളിക്കുന്ന കുട്ടിയിട്ടാ. എല്ലാവരും പ്രിപ്പയർ ചെയ്തല്ലോ. ഓക്കെ, ഓക്കെ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. പറഞ്ഞോ നവമി. Good afternoon, everyone. As we come to the end of today's session of our Montessori Teachers Training course, I'm happy to deliver the sign out. First of all, a heartfelt thank you to Aparna ma'am for today's detailed and insightful class on Unit 3, Socio-Emotional Development. We explored the factors that influence emotional development, health and physical development, intelligence, family, social atmosphere, peer group, community and neighborhood, and give us the engaging activity to write an essay about Malala Yousafzai. Next, a big thank you to Sajana and Danya for the beautiful prayer. It gave our session a calm and positive start.
Also, sincere thanks to Nini for managing the signing smoothly and helping us begin the session on time. A special thanks to Devi Lakshmi Baby, daughter of Sajana, for sharing a sweet short story with us. It was truly delightful and added a joyful touch our session. And finally, thank you to B.V. Asura for the thoughtful thought of the day. Your words gave us inspiration and positivity to take along with us. Thanks to all my fellow trainees for your active participation and support. Let's continue to learn and grow together. With that, I would like to sign off for today. Thank you all and have a wonderful day ahead. Thank you all. Thank you, Miss. Thank you, ma'am. Thank you, Miss.